പ്രഭാതമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ സ്നേഹിതർ, സഹോദരങ്ങൾ, ദൈവമക്കൾക്കും നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങളുടെ ക്രൈസ്തവ വന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങളെ ആലപിച്ച് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി ദൈവപ്രവർത്തികളുടെ ഒരു രാത്രിയായിരിക്കും. ഈ രാത്രി ദൈവമഹത്വത്തിൻ്റെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു രാത്രിയായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവവചനത്തിനായി നമുക്ക് തിരുപാദാന്തികെ ആയിരിക്കാം. ഈ സുവിശേഷ യോഗങ്ങൾക്കായി കഴിഞ്ഞ രാത്രികളിലും പകലുകളുമായി അശ്രാന്തമായി പരിശ്രമിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവമക്കളുടെ പ്രാർത്ഥനയും കണ്ണുനീരും വിയർപ്പും ഇതിൻ്റെ പിമ്പിലുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത്, ആത്മപ്രവാഹത്തിനകത്ത് അത് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. ഇന്ന് രാത്രികാലം സുവിശേഷ വേദികളിൽ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാലത്തെ ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. വിശുദ്ധ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഞാൻ ആവർത്തിക്കട്ടെ, സുവിശേഷ വേദികളിൽ സുപരിചിതമായി ഇരിക്കുന്നതായ വേദഭാഗം. ഇതിനകത്തെ ഒരു ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ഈ വചനം വിശ്വാസ്യമാണ്. 2, ഈ വചനം അംഗീകരിപ്പാൻ യോഗ്യമാണ്. ലോകം ഇന്ന് വിശ്വാസ്യമല്ലാത്ത ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വന്തം ബന്ധങ്ങളുടെ പോലും വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ, മനുഷ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, രാജകീയ അധികാരങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, മനുഷ്യൻ ശാസ്ത്രത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, പ്രകൃതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, സകലത്തിലും അവൻ്റെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, അവിടെ തിരുവെഴുത്ത് ഉയർന്നു നിന്ന് പറയുകയാണ്: ലോകത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കത്തക്ക മുഖങ്ങളൊക്കെയും മാഞ്ഞു പോകുമ്പോൾ, നിങ്ങളുടെ രക്തബന്ധങ്ങളെ വിശ്വസിപ്പാൻ കഴിയാതെ, മാനുഷിക മുഖങ്ങളെ വിശ്വസിപ്പാൻ കഴിയാതെ, തത്വശാസ്ത്ര സംഹിതകളെ വിശ്വസിപ്പാൻ കഴിയാതെ, മനുഷ്യൻ അവിശ്വാസത്തിന്റെ കരുനിഴൽ നിന്റെ മുഖത്തിന് നേരെ വീശുമ്പോൾ, ഇതാ ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് വിശ്വസിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ വചനം, ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്തതായ ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം വിശ്വാസ്യമാണ്. അത് ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും മാറ്റി പറയുന്നതല്ല. അത് വിശ്വാസ്യമായ വചനം തന്നെയാണ്. മനുഷ്യന്റെ വാക്കുകൾക്ക് ഭംഗം വന്നാലും, ആകാശം ഭൂമിയും മാറിപ്പോയാലും ഭംഗം വരാത്ത, നീക്കം വരാത്ത വിശ്വസ്തതയുടെ വാഗ്ദാനങ്ങളാണ് ദൈവത്തിന്റെ വചനം. അതിലെ ഓരോ വാക്കുകളും ദൈവത്തിന്റെ ശ്വാസത്താൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതിലെ ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിരിക്കുന്നതാണ്. അതിലെ ഓരോ വാക്കുകളിലും ദൈവത്തിന്റെ അഭിഷേകത്താൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം വിശ്വാസ്യമാണ്. അസംഭവ്യമെന്ന് തോന്നുന്നതായിരുന്നാലും, ജീവിതത്തിൽ നടക്കുവാൻ ഒരു സാധ്യതയും ഇല്ലാത്തതെന്ന് നിങ്ങൾ കരുതിയാലും, ഇതിലെ ഏത് വാക്കിനെ നിങ്ങൾ വിശ്വസിക്കുന്നോ അത് വിശ്വാസ്യം തന്നെയാണ്. 2, അത് അംഗീകരിപ്പാൻ യോഗ്യമായിരിക്കുന്ന വചനമാണ്. ലോകത്തിൽ ഇന്ന് നിയമങ്ങളും മനുഷ്യന് പരിരക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങളും, മനുഷ്യൻ അംഗീകരിപ്പാൻ കഴിയാത്ത നിയമങ്ങളും, മനുഷ്യൻ അംഗീകരിപ്പാൻ കഴിയാത്ത ചട്ടങ്ങളും അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ഇത് ആർക്കും അംഗീകരിപ്പാൻ കഴിയുന്നതാണ്. പണ്ഡിതനും പാമരനും ഒരുപോലെ ഇത് അംഗീകരിക്കാം. സമ്പന്നനും ദരിദ്രനും ഇത് ഒരുപോലെ അംഗീകരിപ്പാൻ കഴിയുന്നതാണ്. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി തലസ്ഥാനമായി ഭരിച്ചിരുന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു തുഗ്ലക്കിന്റെ സാമ്രാജ്യം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റുവെന്നോ, താൻ വാനശാസ്ത്രത്തിൽ, ജ്യോതിശാസ്ത്രത്തിൽ, തത്വശാസ്ത്രത്തിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ എല്ലാറ്റിലും അഗ്രഗണ്യനായിരുന്നു. തന്നെ പോലെ
ബുദ്ധിമാനായിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് താൻ രാജഭരണം ഏറ്റെടുക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ആ മനുഷ്യർ ആശ്ചര്യപ്പെട്ടു. 1325 താൻ ഭരണമെടുത്തത്. എന്നാൽ താൻ ഭരണമേറ്റെടുത്ത അനന്തര രാജ്യത്തിൻ്റെ നന്മയ്ക്കായി താൻ ഭരണപരിഷ്കാരങ്ങളെ നടത്തുവാൻ തുടങ്ങി. ഏറ്റവും ബുദ്ധിമാനായ ആ മനുഷ്യൻ നടത്തുന്ന ഭരണപരിഷ്കാരങ്ങളെ രാജ്യം ആവേശത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ എടുത്തതായ ഓരോ ഭരണപരിഷ്കാരങ്ങളും അമ്പെ പരാജയപ്പെടുന്നത് കാണുവാനിടയായി. താൻ രാജ്യം നേരിടുന്ന ആക്രമണ ഭീഷണിയോട് ബന്ധപ്പെട്ട് താൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന തൻ്റെ തലസ്ഥാനത്തെ മഹാരാഷ്ട്രയിലേക്ക് മാറ്റുവാൻ പ്രേരിതനായി തീർന്നു. എന്നാൽ അത് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ തകർക്കുവാനിടയായി. അതിനനന്തരം ചെമ്പ് നാണയങ്ങളെ താൻ കൊണ്ടുവന്നിട്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പണിതുയർത്തുവാൻ നോക്കി. പക്ഷേ അതും അമ്പെ പരാജയപ്പെട്ടു. രാജ്യത്തിൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തി തുഗ്ലക്ക് സാമ്രാജ്യത്തെ വിശാലപ്പെടുത്തണമെന്നുള്ള കാഴ്ചയോടുകൂടെ താൻ പട്ടാള മേധാവികളുമായി ആലോചിച്ച് യുദ്ധങ്ങളെ മുൻനിർണയിച്ചു. എന്നാൽ അത് തുഗ്ലക്ക് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തട്ടിനെ തകർത്തു കളഞ്ഞു. ഇനിയും ജനശ്രദ്ധ പിടിച്ചു മേടിക്കാനും ജനോപകാരപ്രദമായ പ്രവർത്തികൾ ചെയ്യുവാനും രാജ്യത്തിൽ അധികാര വികേന്ദ്രീകരണം നടത്തി ധാരാളം ഗവർണർമാരെ സ്ഥാപിച്ചു. പക്ഷേ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം തകർന്നുപോയി. പിൽക്കാലത്ത് ചരിത്രകാരന്മാരൊക്കെ തുഗ്ലക്ക് പരിഷ്കാരങ്ങളെന്ന് പറഞ്ഞാൽ സ്തോത്രം മനുഷ്യൻ അംഗീകരിപ്പാൻ കഴിയാത്ത പരിഷ്കാരങ്ങളെന്ന് വിളിക്കപ്പെട്ടു. ലോകം കണ്ടതിൽ ഏറ്റവും ജ്ഞാനികളിൽ ഒരാളായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. പക്ഷേ പിൽക്കാലത്ത് ചരിത്രം അദ്ദേഹത്തെ എഴുതി ചേർത്തത് മണ്ടനായ ബുദ്ധിമാൻ എന്നാണ്. കണ്ടോ, ലോകം കണ്ട ജ്ഞാനിയായ സുൽത്താൻമാർ പടച്ചുവിട്ടതായ നിയമങ്ങൾ രാജ്യത്തിന് തിരികെ അംഗീകരിപ്പാൻ കഴിയാത്ത പരിഷ്കാരങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രങ്ങളുടെ അധിപതിയായി കയറുന്ന തലവന്മാർ സിംഹാസനത്തിലേക്ക് കയറി അധികാര കസാരയിലേക്ക് കയറി ദിനരാത്രങ്ങൾ തികയുന്നതിന് മുൻപേ എടുക്കുന്ന തീരുമാനങ്ങൾ രാജ്യത്തിലെ വലിയൊരു സമൂഹത്തിനും വിഭാഗത്തിനും അംഗീകരിപ്പാൻ കഴിയാതെ വണ്ണം മനുഷ്യനിൽ ആശങ്ക ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശീയർക്ക് സമാധാനം നൽകുമ്പോൾ വിദേശികളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു. ദരിദ്രന്മാർക്ക് സമാധാനം നൽകുമ്പോൾ സമ്പന്നന്മാരുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ സന്മാർഗികൾ സന്തോഷിക്കുമ്പോൾ അധാർമികൾ ഭയപ്പെടുന്നു. ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന അംഗീകരിപ്പാൻ യോഗ്യമല്ലാത്ത അളവിലാണ് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിലാണ് വിശുദ്ധ തിരുവെഴുത്തിനെ ഉയർത്തി വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുകയാണ്, ഇത് എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായിരിക്കുന്ന വചനം. ഇത് ആഫ്രിക്കക്കാരനും എത്യോപ്യക്കാരനോ അമേരിക്കക്കാരനും യൂറോപ്യനും ഏഷ്യക്കാരനോ ലോകത്തിൻ്റെ ഏത് വൻകരയിൽ ജീവിക്കുന്നവനായിരുന്നാലും അവൻ പാണ്ഡിത്യമുള്ളവനായിരിക്കട്ടെ, അവൻ പാമരനാകട്ടെ, അവൻ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നവനായിരിക്കട്ടെ, സമ്പത്തിന്റെ ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവരായിരിക്കട്ടെ, ഈ വചനം അംഗീകരിപ്പാൻ കഴിയുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവേ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കാം, എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിക്കട്ടെ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് ആർക്കും അംഗീകരിപ്പാൻ ആർക്കും അനുസരിപ്പാൻ കഴിയുന്നതാണ്. ഒരു മനുഷ്യനും ഭാരമുള്ളതല്ല. യേശു കർത്താവിൻ്റെ മാർവോട് ചാഞ്ഞിരുന്ന യേശു അധികം സ്നേഹിച്ചിരുന്നുവെന്ന് അവകാശപ്പെട്ട അരിമശിഷ്യനായ യോഹന്നാൻ തൻ്റെ ജീവിതാന്ത്യത്തിൽ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എൻ്റെ ആയുഷ്കാലത്ത് കർത്താവ് പറഞ്ഞ കൽപ്പനകളെ എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ്റെ കൽപ്പനകളെ എൻ്റെ ആയുഷ്കാലം മുഴുവനും ഞാൻ അനുസരിച്ചിട്ടുണ്ട്, അനുഷ്ഠിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയാം, യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. യേശുവിൻ്റെ മാർവോട് ചേർന്നിരുന്ന് സ്വന്തം കാതുകളിൽ യേശുവിൻ്റെ കൽപ്പനകളെ കേട്ട സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ കേട്ട കർത്താവിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനത്തിൻ്റെ അടുക്കൽ ഞാൻ പറയട്ടെ, വിശ്വസിക്കുവാൻ
കൊള്ളാകുന്ന വചന, അംഗീകരിപ്പാൻ കൊള്ളാകുന്ന വചന, അതാകുന്നു ദൈവത്തിന്റെ വചന. ഈ ദൈവത്തിന്റെ വചനത്തിലെ ഏറ്റവും മാർമികമായിരിക്കുന്ന സത്യം ഇവിടെ വിളിച്ചു പറയുകയാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തി ലോകത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ലോകത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം വേറെ എവിടെയോ ഒരു സ്ഥലത്തായിരുന്നു. ലോകത്തിൽ ഉണ്ടായി എന്നല്ല പറയുന്നത്, ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല പറയുന്നത്, ലോകത്തിലേക്ക് വന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു അനാദിയായ യേശു ക്രിസ്തുവിന്റെ അനാദിയും ശാശ്വതവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യത്വത്തെയാണ് പൗലോസ് ഇവിടെ വിളിച്ചു പറയുന്നത്. യേശു ക്രിസ്തു ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, ഒരു കവിയുടെ ഭാവനയിൽ ഉളവായ ഒരു പുരുഷ സംവിധാനമല്ല. യേശു ക്രിസ്തു ഒരു പുരുഷന്റെ ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ട ജഡ സംവിധാനമല്ല. യേശു ക്രിസ്തു പകരം സ്വർഗാദി സ്വർഗങ്ങളിൽ ദൈവസിംഹാസനത്തിൽ ദൈവത്തോടുള്ള സമത്വത്തിൽ ഇരുന്നവൻ, അവൻ ലോകത്തിലേക്ക് വന്നവനാണ്. ലോകത്തിലേക്ക് വന്നവനായിരിക്കുന്ന ക്രിസ്തു ലോകത്തിൽ അവസാനിച്ചില്ല. 33 തിരുവയസ്സിൽ തന്റെ അരുമശിഷ്യന്മാർ കാണെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒലിവുമലയുടെ നെറുകയിൽ നിന്ന് ആകാശമേഘങ്ങളെ കവർ ചെയ്തുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, യേശു ക്രിസ്തു ലോകത്തിൽ ആമേൻ ഉണ്ടായവനല്ല, യേശു ക്രിസ്തു ലോകത്തിൽ അവസാനിച്ചവനുമല്ല, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നവനോ, യേശു ക്രിസ്തു ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരേറിപ്പോയവനോ. ഇനിയും താമസം വിന യേശു ക്രിസ്തു ലോകത്തിലേക്ക് മടങ്ങി വരുവാനുമുള്ളവനാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്, യേശു ക്രിസ്തു ഒരു സൃഷ്ടിയല്ല, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് പറയുകയാണ്. യേശു ക്രിസ്തു അവൻ ലോകത്തിലേക്ക് വന്നു എന്ന് പറയുകയാണ്. ആകയാൽ യേശു ക്രിസ്തു ലോക സൃഷ്ടിക്ക് മുൻപായി തന്നെ ദൈവസിംഹാസനത്തിൽ ദൈവത്തോടുകൂടെ ദൈവത്തോട് സമനായി ഉണ്ടായിരുന്നവൻ. അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. എന്തിനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന്റെ ആഗമന ഉദ്ദേശം എന്താണ്? ഒരു ക്രൈസ്തവ ഗാനത്തിൽ പണ്ടിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ പുത്രനായി യേശുവും ലോകം കാണാൻ ഭൂമിയിൽ വന്നു എന്ന്. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിന്റെ തിരുവെഴുത്ത് പഠിച്ചപ്പോൾ ലോകം കാണാൻ ഒരു ടൂറിസ്റ്റിനെ പോലെയല്ല എൻ്റെ യേശു ലോകത്തിലേക്ക് കടന്നു വന്നത്. സ്വർഗത്തിൽ താമസിച്ച് മടുത്തത് കൊണ്ടൊരു നേരം പോക്കിന് വേണ്ടിയല്ല യേശു ഭൂമിയിലേക്ക് വന്നത്. യേശു ഭൂമിയിലേക്ക് വന്നത് വ്യക്തമായ ഉദ്ദേശങ്ങളോടുകൂടെയായിരുന്നു. യേശു കർത്താവ് ജനിക്കുന്നതിന് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകന്മാർ പ്രവചിച്ചു തുടങ്ങി. വ്യക്തമായി 7 നൂറ്റാണ്ടുകൾക്ക് മുൻപേ യേശു ജനിക്കുന്ന പട്ടണമോ, യേശു ജനിക്കുന്ന വിധവോ, യേശുവിന്റെ മരണമോ, യേശുവിന്റെ കല്ലറയോ, യേശുവിന്റെ പുനരുദ്ധാനമോ, യേശുവിന്റെ ആഗമനോദ്ദേശങ്ങളോ അവിടെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ യേശുവിനെ അറിയാത്തതായ ഈ ഇസ്രായേലുമായി ആഴമേറിയ ബന്ധമില്ലാത്ത ഒരു അന്യജാതിക്കാരനായ ഒരു മനുഷ്യൻ മോവാബിന്റെ സമഭൂമികളിൽ കപ്പുറത്ത് ഉയർന്നു നിൽക്കുന്ന പെയോരിന്റെ മലകളിൽ ഇരുന്ന് 7 കാളകളെ അണിനിരത്തി ഉണ്ടാക്കിയ യാഗപീഠങ്ങളുടെ നടുവിൽ കണ്ണടച്ചിരുന്ന ദിശാബോധങ്ങൾക്കപ്പുറം ആത്മതലത്തിനകത്ത് മനസ്സിനകത്തുളവാകുന്ന വെളിപ്പാടുകളെ വിളിച്ചു പറയുമ്പോൾ മോവാബ് മരുഭൂമിയിൽ പരന്നു കിടക്കുന്ന 12 ഗോത്രങ്ങൾ ലക്ഷോതിലക്ഷം വന്നു കിടക്കുന്ന ഇസ്രായേലിന്റെ കൂടാരങ്ങളിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ഈ 12 ഗോത്രങ്ങളിൽ ഒരു യഹൂദ ഗോത്രത്തെ കാണുന്നു. ഈ യഹൂദയിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കോ, അവൻ ഒരു ചെങ്കോലുമായി എഴുന്നേറ്റ് വരോ, അവൻ തുമൂലപുത്രന്മാരെ സംഹരിച്ച് ജാതികളെ കീഴടക്കുന്ന ഒരു രാജാവ്, ഒരു നക്ഷത്രം, ഒരു ചെങ്കോൽ, അത് യഹൂദയിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് ബിലയാമെന്ന പ്രവാചകൻ പെയോരിന്റെ മലമുകളിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ലോകം അറിഞ്ഞില്ല അത് ദൈവത്തിന്റെ പുത്രനായിരിക്കുമെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, യേശു കർത്താവ് ലോകം കാണാൻ വന്നവനല്ല, നേരം പോക്കിന് വന്നവനല്ല. വ്യക്തമായ ഉദ്ദേശത്തോടുകൂടെ, വ്യക്തമായ പദ്ധതിയോടുകൂടെ യേശു ഭൂമിയിലേക്ക് വന്നതാണ്. മാത്രമല്ല, നിശ്ചിത സമയത്തിനുള്ളിൽ തന്റെ പ്രവൃത്തി തികച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയതാണ്. അതുകൊണ്ടാണ് യേശു തന്റെ കുരിശുമരണത്തിന്റെ സമാപന വേളയിൽ പിതാവിനെ നോക്കി വിളിച്ചു പറഞ്ഞു,
ടെറ്റലസ്റ്റായി, പിതാവേ നിവർത്തിയായി എന്ന് പറഞ്ഞാൽ ആഗമനോദ്ദേശം പൂർത്തിയായെന്ന് വ്യക്തമായ ഉദ്ദേശത്തോടുകൂടെ സ്വർഗമഹിമകളെ വിട്ട് താണഭൂതലത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവാവതാരം, ദൈവത്തിന്റെ സർവസമ്പൂർണതയോ മനുഷ്യനെ പ്രദർശിപ്പിക്കുവാൻ ജഡത്തിൽ അവതരിച്ച ദൈവ പ്രത്യക്ഷത, അതാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ സർവസമ്പൂർണതയോ മനുഷ്യന് കാണുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സകല സമ്പൂർണതയോ മനുഷ്യരൂപത്തിൽ വെളിപ്പെടുത്തിയതിന്റെ പേരാണ് യേശു ക്രിസ്തു. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയോ അടങ്ങിയിരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ 3 ഉദ്ദേശങ്ങളെ മാത്രം പറഞ്ഞ് വേഗത്തിൽ എന്റെ വാക്കുകളിൽ നിന്ന് ഇരുന്നുമുള്ള. ഒന്നാമതായി വായിച്ച വേദഭാഗത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഇന്ന് രാത്രി കരമുയർത്തി എന്ന് പറഞ്ഞ്, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ആ വാക്യം വായിക്കുമ്പോൾ ഒരു ചോദ്യം വരികയാണ്, ഈ പാപികൾ എന്താ രക്ഷിക്കപ്പെടത്തക്കവണ്ണം അവരേതാണ്ട് കഷ്ടത്തിലാണോ? ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ പാപം ആസ്വദിക്കുകയല്ലേ? ഒരു പാപി എന്തിനാണ് രക്ഷിക്കപ്പെടേണ്ട ആവശ്യകത? ഒരു പാപിയല്ലേ ജീവിതത്തിൽ ലോകം ഏറ്റവും നന്നായി ആസ്വദിക്കുന്നത്? ഒരു പാപിയല്ലേ ലോകത്തിന്റെ സകല സുഖങ്ങളും ആസ്വദിക്കുന്നത്? പിന്നെ ഒരു പാപിക്ക് രക്ഷയുടെ ആവശ്യം എന്താണ്? ആമേ. ഇന്ന് രാത്രി ഒരു പാപിയുടെ അടുക്കൽ ചെന്ന് നീ രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ആ പാപി ഒന്നാമത് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, എനിക്ക് രക്ഷയുടെ ആവശ്യമില്ലല്ലോ. പാപിക്ക് എവിടെയാണ് രക്ഷയുടെ ആവശ്യം ഇരിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, അവിടെയാണ് പാപത്തിന്റെ രഹസ്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ചോദിക്കാം, ഒരു പാപി രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ സഹോദരങ്ങളെ, പാപത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടാകണം. വിശുദ്ധ പത്രോസ് എന്ന യേശുവിന്റെ അരുമശിഷ്യൻ, യേശുവിന്റെ കുരിശുമരണത്തെ ദൂരവേ നിന്ന് കണ്ട മനുഷ്യൻ, ആ മനുഷ്യൻ പിൽക്കാലത്ത് യേശുവിന്റെ കുരിശുമരണത്തെ തന്റെ ലേഖനത്തിൽ വിവരിക്കുന്നത് ഒരു കുരിശും ചുമന്ന് യേശു ഗോൽഗോത്തയിലേക്ക് കയറിപ്പോയി എന്നല്ല, പകരം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിരികെ ഒരു ചോദ്യം ചോദിച്ചോ, എന്താ മനുഷ്യന്റെ പാപം അങ്ങനെ ചുമക്കുവാൻ തക്കവണ്ണം ഒരു ഭാരമാണോ? യേശു കർത്താവിന്റെ സമകാലികനായിരുന്ന ലേവ്യ കുലത്തിൽ പൗരോഹിത്യ പുത്രനായി ജനിച്ച് മരുഭൂമിയിൽ അരയിൽ തോൽവാറോ വെട്ടുക്കിളിയും ഭക്ഷിച്ചുകൊണ്ട് ഒട്ടകരോമം ധരിച്ചുകൊണ്ട് നടന്ന ഒരു മൃഗപ്രായനെന്ന് ലോകം മുദ്രകുത്തിയ ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകൻ നിൽക്കുമ്പോൾ യേശു കർത്താവ് നടന്നു വരുന്നത് കാണുകയാണ്. നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ കരം ചൂണ്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അത്യുച്ചത്തിൽ താൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവിടെയും ചോദിക്കുകയാണ്, പാപം എന്താ മനുഷ്യന്റെ മേൽ ചുമന്നൊഴിക്കാൻ തക്കവണ്ണം ഒരു ഭാരമാണോ? അതെ, പാപം മനുഷ്യന്റെ മേൽ ഒരു ചുമടുപോലെ ഭാരമാണ്. പാപം മനുഷ്യനെ അവന്റെ ചുമടിന്മേൽ ഒരു ഭാരമായി നിൽക്കുകയാണ്. ആകയാൽ യേശു കർത്താവ് പാപത്തെ ചുമന്ന് മാറ്റി എന്നാണ് പറയുന്നത്. പാപം മനുഷ്യന്റെ മേൽ ഒരു ഭാരമാണ്. എൻ്റെ സഹോദരങ്ങളെ, പാപം മനുഷ്യന്റെ മേൽ ഒരു ഭാരമാണ്. എന്നാൽ ഞാൻ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. എന്താണ് ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ട ആവശ്യകത? പാപം ഒരു മനുഷ്യന്റെ മേൽ സംഭവിക്കുമ്പോൾ ഒന്നാമത് അവന് സംഭവിക്കുന്നത് അവന്റെ സൃഷ്ടാവിനുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. അവനെ ജനിപ്പിച്ച അവന്റെ ഉടയവനായ അവന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം അവന് നഷ്ടപ്പെടുകയാണ്. സ്തോത്രം. അതാണ് യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവചനം 59-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അടുത്തതായി പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വേണ്ട അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം സംഭവിക്കുമ്പോൾ അവന്റെ സൃഷ്ടാവുമായിട്ടുള്ള അവന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം അവന് നഷ്ടപ്പെടുകയാണ്. ഇന്ന് രാത്രി പാപം
പാപത്തിൽ നിന്നൊരു രക്ഷ ആവശ്യമാണ്. കാരണം പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചാൽ മാത്രമേ സൃഷ്ടാവുമായി ദൈവവുമായി മനുഷ്യന് ഒരു ബന്ധമുണ്ടാകത്തുള്ളൂ. അപ്പോൾ ചോദിക്കുക, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ എന്താണ് പ്രശ്നം? ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ മനുഷ്യൻ എന്താണ് പ്രശ്നം? എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ലോകത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്കൊക്കെ വലിയ സ്പേസ് ഷിപ്പുകൾ പറഞ്ഞയക്കുക, റോക്കറ്റിൽ വലിയ ഷട്ടിലുകൾ പറഞ്ഞയക്കുക. എന്നാൽ എപ്പോഴെങ്കിലും ഈ ഷട്ടിലുകൾക്ക് ഇതിനെ അവിടേക്ക് പറഞ്ഞയച്ച ഈ സ്പേസ് സെന്ററുമായിട്ട് നാസയോ ഇസ്രോയോ പോലുള്ളതായ അതിനെ അയച്ച ആ സ്പേസ് സെന്ററുമായിട്ട് അതിന്റെ ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്പേസ് ഷിപ്പിന്റെ, ആ ഷട്ടിലിന്റെ അവസ്ഥ അത് അധോഗതിയാണ്. പിന്നെ ഒരിക്കലോ അത് സുരക്ഷിതമായി തിരിച്ചെത്തുകയില്ല. പിന്നെ ഒരിക്കലോ അത് ഒരു നന്മ, ഒരു വിജയകരമായി പര്യവസാനിപ്പിക്കുകയില്ല. പകരം അത് ബഹിരാകാശത്ത് എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് ഏതെങ്കിലും ഉൽക്കകളിൽ, ചെറുഗ്രഹങ്ങളിൽ തട്ടിയുടഞ്ഞ് ഛിന്ന ഭിന്നമായി നശിച്ചു പോകത്തേ ഉള്ളൂ. ഒരു കൊച്ചുകുട്ടി പറത്തിവിടുന്ന പട്ട, ആ പട്ടത്തെ ആകാശത്തിലേക്ക്, കാറ്റിലേക്ക് ഉയർത്തിവിടുന്ന ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അതിന്റെ ചരട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ പട്ടത്തിന് ഒരു ജയകരമായി തിരികെ വരുവാൻ കഴിയത്തില്ല. ആമേൻ. അതിന്റെ ചരട് പൊട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്പേസ് ഷിപ്പിന്റെ സിഗ്നൽ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ, അതോടുകൂടി ആ ബന്ധം നഷ്ടപ്പെടുമ്പോൾ അത് നാശത്തിലേക്ക് നീങ്ങുകയാണ്. ഇതാണ് സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യന് ബന്ധം നഷ്ടപ്പെട്ടാൽ അവൻ അതോടുകൂടെ നാശത്തിലേക്ക് നീങ്ങുകയാണ്. അതാണ് വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സുവിശേഷം അനുസരിക്കാത്തവർ, അടുത്ത ഭാഗം, കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകലോ. ആമേൻ. കർത്താവിന്റെ സന്നിധാനമോ കർത്താവിന്റെ മഹത്വമോ വിട്ടകലും. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നവൻ മാറോ. 2, കർത്താവിന്റെ വല്ലഭത്വം നിറഞ്ഞ മഹത്വത്തിൽ നിന്നവൻ മാറോ. അടുത്തത് അവൻ എന്താണ് സംഭവിക്കുന്നത്? നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുക. ഇന്ന് രാത്രി പാപത്തിൽ നിന്ന് രക്ഷ മനുഷ്യന് ആവശ്യമാണ്. കാരണം പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റോ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തിന്റെ വല്ലഭത്വമുള്ള മഹത്വത്തിൽ നിന്ന് പാപം അവനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ നിത്യനാശത്തിലേക്ക് അവൻ തകർന്നു പോവുകയാകുന്നു. നിത്യനാശത്തിലേക്ക് അവൻ അലയുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, ഗ്രാമനിവാസികളെ, ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, പാപം നിന്റെ സൃഷ്ടാവിങ്കിൽ നിന്ന് നിന്നെ അകറ്റുമ്പോൾ, ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് നിന്നെ അകറ്റുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നിന്നെ അകറ്റുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ, നിന്റെ ശബ്ദം ദൈവം കേൾക്കാതെ, നിന്റെ മുഖം ദൈവം കാണാതെ, ദൈവത്തിന്റെ മുഖം നീ കാണാതെ, ദൈവിക ബന്ധത്തിൽ നിന്ന് നീ അകന്നു പോകുമ്പോൾ നീയോ നിന്റെ തലമുറകളോ നീയും നിന്റെ കുടുംബമോ നിത്യനാശമെന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഒന്ന് പറഞ്ഞാട്ട്, എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ യേശു ലോകത്തിൽ വന്നു. 2, സ്തോത്ര, പാപത്താൽ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുക. 2, പാപത്താൽ ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? എൻ്റെ സഹോദരങ്ങളെ, പാപം ഒരു മനുഷ്യന്റെ മേൽ സംഭവിക്കുമ്പോൾ രണ്ടാമത് അവനിൽ സംഭവിക്കുന്നത്, പാപം അവന്റെ ആത്മാവിനെ മരണത്തിലേക്ക് കൊണ്ടുപോകും. പാപം അവന്റെ ആത്മാവിനെ, അവനെ ആത്മീയമായി മരണത്തിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം പറയുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ വരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അകൽ പാപം ഒരു മനുഷ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ ആത്മീയമായി മരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ആത്മീയ മരണം? അല്ലെങ്കിൽ ആത്മീയ മരണം എന്ന് വെച്ചാൽ എന്താണ്? ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ജീവിച്ചിരിക്കുക, പക്ഷേ അവന്റെ അകത്ത് ദൈവത്തിന്റെ ജീവൻ ഉണ്ടാകത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാ, ഈ
ഈ ജഡത്തിനകത്ത് ജീവൻ ഉണ്ടായിരിക്കുക, ശ്വാസമുണ്ടായിരിക്കും, കാഴ്ചയുണ്ടായിരിക്കും, കേൾവിയുണ്ടായിരിക്കുക, പക്ഷെ അവന്റെ അകത്ത് ദൈവത്തിന്റെ ജീവൻ ഉണ്ടാകത്തില്ല. അപ്പോൾ ചോദിക്കുക, ദൈവത്തിന്റെ ജീവൻ അകത്തില്ലെങ്കിൽ എന്തു സംഭവിക്കുക? എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. എഫെസ്യ ലേഖനം 4:18-19 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്ത ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്ത ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ. അടുത്ത വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയി. അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ, അവന്റെ ആത്മാവിന് മരണം സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? 19-ാം വാക്യത്തിൽ പറയുകയാണ്, മനം തഴമ്പിച്ചു പോയി. മനസ്സിനകത്ത് എന്തോ വീണു? തഴമ്പ് വീണു. മനസ്സിനകത്ത് തഴമ്പ് വീണു. ഒരു മനുഷ്യൻ ആത്മീയ മരണം സംഭവിച്ചാൽ അവന്റെ മനസ്സിന് തഴമ്പ് വീഴോ. സ്തോത്ര. അവന് കള്ളം പറഞ്ഞാൽ കുറ്റബോധം ഉണ്ടാകത്തില്ല. അവന് പാപം ചെയ്താൽ കുറ്റബോധം ഉണ്ടാകത്തില്ല. അവന് വേറൊരു മനുഷ്യനെ മുറിപ്പെടുത്തിയാൽ കുറ്റബോധം ഉണ്ടാകത്തില്ല. അവന് വേറൊരു മനുഷ്യനെ ഉപദ്രവിച്ചാൽ കുറ്റബോധം ഉണ്ടാകത്തില്ല. അവൻ അസഭ്യം പറഞ്ഞാൽ കുറ്റബോധം ഉണ്ടാകത്തില്ല. അവന് ദുർവാക്ക് പറഞ്ഞാൽ കുറ്റബോധം ഉണ്ടാകത്തില്ല. അവന് ചതിച്ചാൽ കുറ്റബോധം ഉണ്ടാകത്തില്ല. നമ്മളൊക്കെ ഈ നാളുകളിൽ കാണുന്നില്ലേ? സ്തോത്ര. കഴിഞ്ഞ ചില നാളുകളിൽ കേരളത്തിൽ ശക്തമായ പ്രേക്ഷക സ്വാധീനം നേടിയെടുത്ത ചില സിനിമകൾ എഴുന്നേറ്റ് വന്നു. ആവേശം, മാർക്കോ തുടങ്ങിയ സിനിമകൾ 2024 മധ്യപകുതിയിലോ അവസാന പകുതിയിലോ രക്തച്ചൊരിച്ചിലിൽ യൗവന തലമുറയെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച് ഇല്ലൂമിനാറ്റിയുടെ രക്തം കൊണ്ട് സോഡാ സർബത്തിന്റെ പാട്ടുപാടി യൗവന സിരകളിൽ, നരമ്പുകളിൽ അവൻ തിളപ്പേറ്റിയത്. എന്നാൽ പാട്ടിനകത്ത് ഒതുങ്ങിയില്ല. 2024 അവസാനം തുടങ്ങി ഇന്ന് കേരളത്തിലെ യൗവന തലമുറ രക്തം കൊണ്ട് സോഡാ സർബത്ത് അടിച്ചു കുടിക്കുന്നത് കണ്ടിട്ട് മലയാളം മനസ്സുകൾ മരവിച്ചു നിൽക്കുകയാ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോവുകയാ. മലയാളത്തിന്റെ മനസാക്ഷിയെ 6 മാസം മുമ്പ് നിങ്ങളെല്ലാവരും ആഘോഷത്തോടെ, ആവേശത്തോടെ പച്ച ചോര കൊണ്ട് സോഡാ സർബത്തെന്ന് പാട്ടുപാടി ആഘോഷിച്ചപ്പോ അറിഞ്ഞില്ലേ തലമുറകളുടെ മനം തഴമ്പിക്കുമെന്ന്? മനം തഴമ്പിച്ചു. രക്തച്ചൊരിച്ചിലിന്റെ സിനിമകൾ, രക്തച്ചൊരിച്ചിലിന്റെ ആവേശം, രക്തച്ചൊരിച്ചിലിന്റെ ഭയങ്കരമായിട്ടുള്ള ആർപ്പുവിളികൾ, കട്ടച്ചോര കൊണ്ട് സോഡാ സർബത്ത പോലും കണ്ടോ. ഈ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് തന്നെ സ്വന്തം അമ്മയെയോ സഹോദരനെയോ സ്നേഹിച്ച പെണ്ണിനെയോ വാത്സല്യത്തോടെ വാരിപ്പുണർന്ന് നിർത്തിയ സ്തോത്ര വല്യമ്മയെയോ സ്തോത്ര സ്വന്തം അമ്മയെ കഴുത്തെ കിടന്ന ഷാളെ ചുറ്റി തല വാരി അടിക്കത്തക്കവണ്ണം അലക്കുകല്ലിൽ പണ്ട് അമ്മച്ചിമാര് തുണി അലക്കുന്നത് പോലെ പെറ്റമ്മയെ വാരി അടിക്കത്തക്കവണ്ണം മനുഷ്യന്റെ മനസ്സ് തഴമ്പിച്ചു പോകുന്നെങ്കിൽ അതിന്റെ പിമ്പിലെ കാരണം ഇന്നിന്റെ തലമുറ, ഇന്നിന്റെ കാലഘട്ടം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോകുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാല ദൈവത്തിന്റെ ജീവൻ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, ആത്മീയ മരണം സംഭവിക്കുമ്പോൾ അവന് മനസ്സ് തഴമ്പിക്കുക. സ്തോത്ര. അതുകൊണ്ടല്ലേ ഇന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട്. സ്തോത്ര. പ്രതികൾക്ക് കുറ്റബോധമില്ല. പ്രതികൾ ലവലേശം ഭാവഭേദം കൂടാതെ കോടതിയുടെ മുമ്പാകെ നിർവികാരതയോടെ നിൽക്കുകയാ. എന്താ കാരണം? പാപം മനുഷ്യനിൽ പ്രവേശിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇന്ന് ലോകത്തിൽ കെട്ടിപ്പൊക്കുന്ന കോടതി സമുച്ചയങ്ങൾക്കോ പുതിയ ജയിൽ സംവിധാനങ്ങൾക്കോ ഇതിനെ നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇതിൽ നിന്നൊരു മടങ്ങിവരവ് ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ നാടിനൊരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ തലമുറയ്ക്കൊരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ, ആധുനികവൽക്കരണത്തിനോ സിനിമാ വ്യവസായങ്ങൾക്കോ അത് മാറ്റിയെടുക്കുവാൻ കഴിയുകയില്ല. സിനിമാ വ്യവസായമേ, കലാലയ രാഷ്ട്രീയമേ, കലാ
ദിശാബോധമില്ലാത്ത മനുഷ്യ സംവിധാനങ്ങളെ നിങ്ങൾ തലമുറകളെ ഈ പരുവത്തിലാക്കി നിർത്തുമ്പോൾ ഞങ്ങൾ സ്നേഹത്തിന്റെ സുവിശേഷം ഉയർത്തി വിളിച്ചു പറയുന്നു. മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ മനം തഴമ്പിച്ചു പോയ മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട നാമം അത് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവത്രേ. അതിനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് സ്തോത്ര അകന്നുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കോ? മനസ്സ് തഴമ്പിക്കോ? ഒരു കുറ്റബോധം ഉണ്ടാകത്തില്ല, ഒരു സങ്കടം ഉണ്ടാകത്തില്ല. 5 പേരെ കൊന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, ദേ ഇന്നിടത്തൊക്കെ ഞാൻ കൊന്നിട്ടിട്ടുണ്ടെന്ന്. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നവൻ മനം തഴമ്പിച്ചു പോകുക. ഇന്ന് രാത്രി ഇതിനൊരൊറ്റ പോംവഴിയെ ലോകത്തിന്റെ മുമ്പിലുള്ളോ? യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു, ഇന്ന് മലയാളക്കര നേരിടുന്ന, ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നത്തിന് ഒരൊറ്റ പോംവഴിയെ ഇന്ന് ഉലകത്തിലുള്ളൂ. ആ പോംവഴി യേശു ക്രിസ്തു മാത്രമാണ്. ആ പോംവഴി സുവിശേഷം മാത്രമാണ്. ആ പോംവഴി ഇല്ലുമിനാറ്റി കൊണ്ടുവരത്തില്ല. ആ പോംവഴി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തരുവാൻ കഴിയത്തില്ല. ആ പോംവഴിക്ക് പുതിയ ആധുനിക സംവിധാനങ്ങൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള മൊബൈൽ ഫോണുകൾക്ക് തരുവാൻ കഴിയത്തില്ല. യൂട്യൂബിനും ഫേസ്ബുക്കിനും സോഷ്യൽ മീഡിയ മാഫിയകൾക്ക് അത് തരുവാൻ കഴിയത്തില്ല. അത് നൽകുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയോ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം തുടങ്ങി മുടങ്ങാതെ ചെയ്തു വരുന്നത് പോലെ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ഇവിടെ പന്തല് കെട്ടി മൈക്ക് വെച്ച് ഒരു തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അകൽ പാവം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നാശത്തിലേക്ക് കൊണ്ടുപോകുക. പാവം ഒരു മനുഷ്യനെ ആത്മീക മരണത്തിലേക്ക് കൊണ്ടുപോകുക. അവന്റെ ഹൃദയത്തെ, അവന്റെ മനസ്സിനെ തഴമ്പിച്ചു കളയുക. പാപത്തിന്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം ഈ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുകയാണ് 32-ാം വാക്യത്തിൽ, സത്യം അറിയുകയോ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യോ. അത് കേട്ടോണ്ട് നിന്നവർക്ക്, യഹൂദന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, പിന്നെ ഞങ്ങൾ ആർക്കും ദാസന്മാരായിരുന്നിട്ടില്ല. പറയുന്ന കേട്ട വലിയ പുള്ളികളാ. 430 സംവത്സരം മിസ്രൈമ്യർക്ക് അടിമകളായിരുന്നു. 70 സംവത്സരം ബാബിലോണിലും അശൂര്യയിലും അടിമകളായിരുന്നു. ഇപ്പം നൂറ്റാണ്ടുകളായി സ്വന്തം രാഷ്ട്രം നഷ്ടപ്പെട്ട് പേർഷ്യന്റെ ഔദാര്യത്തിൽ പണിതെടുത്ത രാഷ്ട്രത്തിൽ ഗ്രീക്കന്മാർ പിന്നെയും ചെതറിച്ച് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്നവർ ദൈവാലയത്തെ അശുദ്ധമാക്കിയത് കണ്ടുകൊണ്ട് നിന്ന നാണം കെട്ട പിതാക്കന്മാരുടെ മക്കളാണ്. അതിനനന്തരമായി കയറി വന്ന റോമാ സാമ്രാജ്യ ഹെരോദാവിന്റെ അധികാരത്തിൽ തങ്ങളുടെ ദൈവാലയത്തെ വാണിജ്യശാലയാക്കി ആലയം പുതുക്കിപ്പണിതോ ഓച്ചാനിച്ച് നിന്ന് ഏറാൻ മൂളിയ യഹൂദന്മാര് യേശുവിന്റെ അടുക്ക പറയും, ഞങ്ങളാർക്കും ദാസന്മാരായിരുന്നിട്ടില്ല. അമ്മേ, മുച്ചൂട് മുടിഞ്ഞിട്ട് ഒരുവിധമായിട്ടുള്ളത് ഈ ദുരഭിമാനത്തിനൊരു കുറവുമില്ല. ഇന്ന് റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിൽക്കുകയാണ്. യഹൂദൻ എന്നൊരു രാജാവില്ല, യഹൂദൻ എന്നൊരു കൊട്ടാരമില്ല, യഹൂദൻ എന്നൊരു ഭരണ സംവിധാനമില്ല. യഹൂദന്റെ ആലയത്തിൽ പോലും അന്ന് അധികാരം നടത്തുന്നത് സ്തോത്ര റോമ ഗവർണർമാരാണ്. റോമൻ അവരുടെ മേൽ ആധിപത്യത്തിനായി വെച്ചിരുന്ന ഹെരോദാവോ, ഹെരോദുമാരോ, ഗവർണർമാരോ, അവരുടെ മേൽ നാടുവാഴികളോ അവരുടെ മേൽ അധികാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴോ യഹൂദൻ പറയുകയാണ്, ഞങ്ങളാർക്കും അടിമകളായിരുന്നിട്ടില്ല. യേശു കർത്താവ് അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്താതെ, നിങ്ങൾ ഇന്ന് റോമന്റെ അടിമത്തത്തിലല്ലേ, ഇന്നലകളിൽ നിങ്ങൾ യവന സാമ്രാജ്യത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് നിങ്ങളുടെ ആലയത്തെ അശുദ്ധമാക്കിയില്ലേ, ഒന്നും യേശു കർത്താവ് ചോദിച്ചില്ല. പകരം യേശു കർത്താവ് ഒരു മറുപടി അവരോട് 34-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. അതിന് യേശു, അമേൻ അമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ഇന്ന് രാത്രി പാപത്തിൽ നിന്ന് രക്ഷ വേണമെന്ന് പറയുവാൻ കാരണം സ്തോത്ര, പാപം ചെയ്യുന്നവൻ ഒരിക്കലോ പാപത്തെ ഭരിക്കുകയല്ല. പാപം ചെയ്യുന്നവൻ എന്ത് ചെയ്യുകയാണ്? പാപത്തിന്റെ ദാസനാണ്. ഒരുവൻ ഏതൊരു സ്വഭാവത്തോട്, ഏതൊരു പാപത്തോട് തോറ്റുപോകുന്നുവോ അവനതിനെന്താണെന്നറിയാമോ? അവനതിന് ദാസനാണ്, അവനതിന് അടിമയാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, മദ്യപാനം ഒരു കലയല്ല, പുകവലി ഒരു ആസ്വാദനമല്ല, തമ്പാക്ക് ഒരു എന്റർടൈൻമെന്റ് അല്ല,
നാടകവും ചീട്ടുകളിയോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലോ അവനൊരു ആസ്വാദനമല്ല. പകരം അതെന്താണെന്നറിയാമോ? അവനെ അടിമപ്പെടുത്തുന്ന ഒരു യജമാനനാണ്. ഇന്ന് രാത്രി പാപം നിന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ഒരു രാജാവാണെന്ന് അറിഞ്ഞുകൊള്ളണം. പാപം ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീ പറയുന്നിടത്ത് നിൽക്കത്തില്ല. ആമേൻ. പാപം നിന്റെ അടുക്കൽ കടന്നു വരുന്നത് ഒരു ദാസനെ പോലെ ആയിരിക്കും കടന്നു വരുന്നത്. പാപം നിന്റെ അടുക്കൽ കടന്നു വരുന്നത് വളരെ മനോഹരമായ ഒരു ആകർഷണീയതയോടെ ആയിരിക്കും കടന്നു വരുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ നിനക്ക് തോന്നും നീ പറയുന്നിടത്ത് പാപം നിൽക്കുമെന്ന്. പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയോ? ഇല്ല, പാപം നിന്നെ വലിച്ചു കൊണ്ടുപോകുന്നതാണെന്ന്. സ്തോത്ര. മനുഷ്യൻ സന്തോഷത്തിന് കുടിച്ചു തുടങ്ങുന്ന മദ്യം, എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ഈ മദ്യം അവന്റെ ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ ഇവന് നേരെ നിൽക്കാൻ പറ്റത്തില്ല, ഇവന് കാലുറയ്ക്കത്തില്ല, ഇവന്റെ കൈകാലുകൾ വിറയ്ക്കുക, ഇവനൊരു പേന പിടിക്കാൻ കഴിയത്തില്ല. എന്റെ കൊച്ചു ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ഒത്തിരി മദ്യപാനികളെ കണ്ടിട്ടുണ്ട്. മദ്യപാനം നിർത്തുവാൻ പാടുപെടുമ്പോഴോ സ്തോത്ര, നല്ല വിദ്യാസമ്പന്നർ, നല്ല സുന്ദരന്മാർ, നല്ല കഴിവുറ്റ യൗവനത്തിൽ പഠിച്ചു കയറി വന്നവർ ഇന്നൊരു പേന പിടിച്ച് ഒപ്പിടാൻ കഴിയത്തില്ല, നിന്ന് വിറയ്ക്കുകയാണ്. സ്വന്തം പേര് ഒരു വരി ലൈൻ തെറ്റാതെ എഴുതാൻ കഴിയത്തില്ല. എന്താ കാരണമെന്നറിയാമോ? മദ്യം അവരെ അടിമയാക്കി കളഞ്ഞു. ഇന്ന് രാത്രി പാപം നിന്റെ സ്നേഹിതനായി നിന്നോടുകൂടെ ജീവിക്കുമെന്നോ, പാപം നിന്റെ ദാസനായി നിന്നോടുകൂടെ ജീവിക്കുമെന്നോ നീ ഒരിക്കലും ചിന്തിക്കരുത്. നീ പറയുന്ന സമയത്ത് പാപം ചെയ്യാൻ കഴിയത്തില്ല, പാപം പറയുന്ന സമയത്ത് നീ അത് ചെയ്തുകൊള്ളോ. അതുകൊണ്ടാണ് പാപം നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെ വാഴരുത് എന്ന് പറയുന്നു. ഇന്ന് രാത്രി യേശു കർത്താവ് പറയുകയാണ്, നിന്റെ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാനാണ് യേശു സ്വർഗ മഹിമകളെ വിട്ട് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താണ ഉലകത്തിലേക്ക് ദാസരൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ഗൊൽഗോത്തയുടെ നെറുകയിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ കണ്ടാൽ ആളറിയാതെ വേണ്ട തലയിൽ മുൾക്കിരീടം ചൂടി ആപാദചൂടം രക്തത്തിൽ അലങ്കൃതനായി കാരിരും ബാണികളാൽ തുളയ്ക്കപ്പെട്ട് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ യേശു കർത്താവ് നിനക്ക് വേണ്ടി പരമയാഗമായത് ആ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ തക്കവണ്ണമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശു കർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പൗലോസ് റോമിലുള്ള ദൈവസഭയോട് പറയുകയാണ്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകി തരാ. ആകയാൽ പാപം ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യം നേടേണ്ട സംഗതിയാണ്. പാപം അടിമത്തം നടത്തുന്ന ഒരു രാജാവാണ്. പാപം നിങ്ങളുടെ ശരീരങ്ങളെ വാഴരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന, ഞങ്ങളെ ശ്രവിക്കുന്ന ഏതെങ്കിലും പ്രിയ സ്നേഹിതർ പാപത്തിന് അടിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പാപം നിന്റെ കുടുംബത്തെ, പാപം നിന്റെ തലമുറയെ, പാപം നിന്റെ വികാരങ്ങളെ, പാപം നിന്റെ ശരീരത്തെ ഭരിക്കുകയാണോ? ഈ രാത്രി യേശു ക്രിസ്തു എന്ന പരമയാഗമായി തീർന്ന പരമകാരുണ്യവാനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്ര, ലോകത്തിന്റെ രക്ഷകൻ ഇന്ന് രാത്രി നിന്നോട് വിളിച്ചു പറയുകയാണ്, നിന്റെ പാപത്തിന്റെ ചുമന്നൊഴിപ്പാൻ ഞാനിതാ ലോകത്തിലേക്ക് വന്നു. നീ അത് വിശ്വസിക്ക, നീ അത് അംഗീകരിക്ക, ഞാൻ നിന്റെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാം. സ്തോത്രം. ആകയാൽ പാപം ഒന്ന് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും. 2, പാപം നമ്മളിൽ ദൈവത്തിന്റെ ജീവൻ എടുത്തു കളയും. 3, പാപം നമ്മളെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകോ. 4, പാപം നമ്മളെ കഷ്ടതയിലേക്ക് കൊണ്ടുപോകോ. പാപം നമ്മളെ കഷ്ടതയിലേക്ക് കൊണ്ടുപോകോ. 32-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 32-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ലംഘനം മോചിച്ചോ, ലംഘനം ക്ഷമിച്ചോ, പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ മനുഷ്യൻ അവിടെ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലംഘനം ക്ഷമിക്കുന്നത്, പാപം മറയ്ക്കുന്നതുമാണ്. ഞാൻ ദാവീദിന്റെ അടുക്കൽ ചോദിച്ചെന്താ ദാവീദ്, രാജാവായി നീ ജീവിച്ചതല്ലേ, ലോകത്തിന്റെ സകല സുഖങ്ങളും നീ കണ്ടതല്ലേ, അതിനെക്കാട്ടിലൊക്കെ വലിയ ഭാഗ്യമാണോ പാപമോചനം എന്ന ഭാഗ്യം? ആ മനുഷ്യൻ എന്നോട് അടുത്ത വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു: കൊട്ടാരത്തിന്റെ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലോ, പട്ടുമത്തയുടെ
പട്ടുമെത്തയുടെ പതുപതുപ്പുണ്ടെങ്കിലോ, ആമേൻ, അനുചരന്മാര് സേവകരും ആയിരക്കണക്കിനുണ്ടെങ്കിലോ, ജയിച്ച് കീഴടക്കിയ രാജ്യങ്ങളുടെ പട്ടിക ഏറെ പറയാനുണ്ടെങ്കിലോ, അകത്ത് പാപം കിടക്കുന്നിടത്തോളം ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ല. വാഴുന്നത് കൊട്ടാരത്തിലാണെങ്കിൽ, രാവുറങ്ങുന്നത് അന്തഃപുരത്തിലാണെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ സ്വസ്ഥത നിന്റെ പട്ടുമെത്തയുടെ പതുപതുപ്പല്ല. യഹോവ അകൃത്യങ്ങളെ ക്ഷമിച്ച്, ലംഘനം ക്ഷമിച്ച് പാപം മോചിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അവൻ കുടിലാണെങ്കിലോ, അവൻ ദരിദ്രനാണെങ്കിലോ, അവൻ പാമരനാണെങ്കിലോ, അവൻ ഒന്നുമില്ലാത്തവനാണെങ്കിലോ, അവൻ ഭാരപ്പെടണ്ട, അവൻ ഒരു ഭാഗ്യവാനാണ്. എന്താണ്? എന്നിട്ട് അതിന്റെ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദാവീദ് വളരെ വ്യക്തമായി പറയുകയാണ്, എന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ രാജാവല്ലേ, ഞാൻ ആരോടും പറയാതെ ആ പാപമൊക്കെ എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ കൊണ്ടു നടന്നു. എന്നിട്ട് എന്തായിരുന്നു രാജാവ്? അതിന്റെ അനന്തരഫലം അദ്ദേഹം 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ ഇടവിടാത്ത ഒരു ഞരക്കം എൻ്റെ ശരീരത്തിനകത്ത് ഞാൻ അനുഭവിച്ചു. കണ്ടോ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എൻ്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ അടക്കി വെച്ചപ്പോൾ നിത്യമായ ഞരക്ക് എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോഴോ ഉണരുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ എപ്പോഴും എന്തായിരുന്നു? ഒരു ഞരക്കം എൻ്റെ അകത്തുണ്ടായിരുന്നു. രാജാവിൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുമ്പോഴോ, രാജാവിൻ്റെ രഥത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴോ, എൻ്റെ ചുറ്റും മന്ത്രിമാർ നിരന്നു നിൽക്കുമ്പോഴോ, മൃഷ്ടാന്ന ഭോജനങ്ങൾ എൻ്റെ മുമ്പിൽ വെക്കുമ്പോഴോ, അനേക രാജ്ഞിമാരും തോഴിമാരും എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴോ, ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴോ, എൻ്റെ അകത്ത് ഒരു വല്ലാത്ത ഞരക്ക് ഞാൻ അനുഭവിച്ചോ. എന്നിട്ട് അടുത്തതായിട്ട് ചോദിക്കുകയാണ്, ഞരക്കമുണ്ടെന്നില്ലേ ഉള്ളൂ, അതങ്ങ് വിട്ടുകളയാൻ വയ്യായിരുന്നോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇല്ലില്ല, അങ്ങനെ വിട്ടുകളയാൻ കഴിയുന്ന ഞരക്കമല്ല. ആ ഞരക്കം എൻ്റെ അസ്ഥികളെ കയറി പിടിച്ച് എൻ്റെ അസ്ഥികളെ വേദനിപ്പിക്കുകയായിരുന്നു. അടുത്തതായിട്ട് പറയുകയാണ്, രാവും പകലും ഞാൻ ഭാരം അനുഭവിക്കുകയാണ്. ആമേൻ. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തിൽ എന്ന പോലെ അത് വറ്റിപ്പോയി എന്ന് പറയുകയാണ്. കണ്ടോ, പാപം ഒരു മനുഷ്യനെ രോഗിയാക്കി തീർക്കുക, പാപം ഒരു മനുഷ്യനെ ബലഹീനനാക്കി തീർക്കുക, പാപം ഒരു മനുഷ്യനെ അസ്വസ്ഥനാക്കി തീർക്കുക. എൻ്റെ സഹോദരങ്ങളെ, ആദിമ മനുഷ്യനിൽ പാപം സംഭവിച്ചപ്പോൾ അവനിൽ ഒന്നാമതുണ്ടായ വികാരം എന്താണെന്നറിയാമോ? അവൻ പഴം പറിച്ചു തിന്നു. ആദ്യം അവനുണ്ടായ വികാര, അവന് നഷ്ടബോധമാണ് ഉണ്ടായത്. അവൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്നതായ ചിലതൊക്കെ അവന് നഷ്ടപ്പെട്ടു എന്നവൻ തിരിച്ചറിഞ്ഞു. 2, അവനെ അലട്ടുന്നതായ ഒരു അപകർഷതാബോധം, ഒരു ലജ്ജ അവനെ മൂടുവാൻ തുടങ്ങി. 3, ഭയം അവനെ മൂടുവാൻ തുടങ്ങി. കണ്ടോ, സകലവിധമായ നെഗറ്റീവ് വികാരങ്ങളോ പാപം സംഭവിച്ച അവനിലേക്ക് കയറിക്കൂടുവാൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പാപം മരണത്തിന് കാരണമാണ്. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണോ? മരണമെന്ന ശക്തി, മരണമെന്ന പീഡനം, മരണമെന്ന ആക്രമം അത് മനുഷ്യന്റെ മേൽ വാഴുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തമാണോ? എന്നാൽ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി നിനക്ക് ലഭിക്കാൻ തുടങ്ങിയാൽ ലംഘനത്തിന്റെ അനന്തരഫലമായ, പാപത്തിന്റെ അനന്തരഫലമായ മരണം നിന്റെ മേൽ കുടികൊള്ളത്തില്ല. യേശു കർത്താവിന്റെ ശുശ്രൂഷ വേളയിൽ കഫർന്നഹൂമിലെ തന്റെ ഭവനത്തിൽ യേശു ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വീട്ടിന്റെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വേണ്ട ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു കൂട്ടർ 4 പേർ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് അവിടേക്ക് കടന്നു വന്നു. യേശുവിന്റെ അടുക്കലേക്ക് കയറുവാൻ സ്ഥലമില്ലാതെ വീടിന്റെ മച്ചു പൊളിച്ച് താഴെ കിടത്തി 4 പേർക്ക് ഭാരമായ മനുഷ്യൻ, കുടുംബത്തിന് ഭാരമായ മനുഷ്യൻ, സ്വന്തം കാര്യം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ, ജീവിതം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. ആ മനുഷ്യനെ നോക്കി യേശു വിളിച്ചു പറഞ്ഞു, മകനേ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. കേട്ടവർക്ക് ആശ്ചര്യമായി. ഇതുവരെ ലോകത്തിൽ പാപങ്ങൾ മോചിക്കുന്നവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പാപത്തിന് ശിക്ഷ വിധിക്കുന്ന അധികാരങ്ങളെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ട കോടതികളൊക്കെയോ പാപത്തിന് ശിക്ഷ വിധിക്കുന്നവരാണ്. പക്ഷെ പാപം മോചിച്ചു കൊടുക്കാൻ അധികാരമുള്ള
ഭാരമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളെ വിധിപ്പാനല്ല, പാപികളെ രക്ഷിപ്പാനത്രേ. മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്നറിയേണ്ടതിന് പാപത്തിന്റെ അനന്തരഫലമായ ഇവന്റെ പക്ഷവാത രോഗത്തെ ഞാൻ മാറ്റുന്നു. ഇവൻ ഈ രോഗിയായി കിടക്കുന്നത് പാപം കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഇവന്റെ പാപം അഴിയുമ്പോൾ ഇവന്റെ രോഗവും സൗഖ്യമാകുക. യേശു പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചുവെന്നറിയേണ്ടതിന്, നിന്റെ പാപങ്ങളുടെ അനന്തരഫലമായിരിക്കുന്ന നിന്റെ ഈ കിടപ്പവസ്ഥയുണ്ടല്ലോ, നിന്റെ ഈ രോഗാവസ്ഥ, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. പാപമോചനം പ്രാപിച്ച മനുഷ്യൻ, വർഷങ്ങളായി തളർന്നു കിടന്ന മനുഷ്യൻ, നിമിഷാർദ്ധത്തിൽ അവൻ ചാടി എഴുന്നേറ്റോ. അവന്റെ അടുക്കൽ ചോദിച്ചോ, നിനക്കെങ്ങനെ ഈ സൗഖ്യം കിട്ടിയത്? നിനക്കെങ്ങനെ അത്ഭുത സൗഖ്യം കിട്ടിയത്? ആ മനുഷ്യൻ പറഞ്ഞു, യേശു എന്റെ പാപങ്ങളെ മോചിച്ചോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു നിന്റെ പാപങ്ങളെ മോചിക്കുമ്പോൾ അത് രോഗത്തിന്റെ സൗഖ്യമായി വരും. എന്റെ സഹോദരങ്ങളെ, ഗേഹസി എന്നൊരു മനുഷ്യൻ എലീശ എന്ന പ്രവാചകന്റെ കൂടെ നടന്നവനാണ്. പക്ഷെ അസാധാരണമായ ദ്രവ്യാഗ്രഹം അവന്റെ തലയ്ക്ക് പിടിച്ചോ. അവൻ നയമാൻ എന്ന ഒരു കുഷ്ഠരോഗിയുടെ പിന്നാലെ ഓടി. അവൻ വസ്ത്രവും പൊന്നും വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചോ. അവന്റെ നോക്കി പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നയമാന്റെ കുഷ്ഠ നിനക്ക്, നിന്റെ തലമുറയ്ക്ക്, നിന്റെ ഗ്രഹത്തിനും വരും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പാപങ്ങൾ ചില ആൻസസ്ട്രൽ ഹെറിഡിറ്ററി ഡിസീസസിനെ, പാരമ്പര്യ രോഗങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവിടും. എന്നാൽ പാപങ്ങളുടെ മോചനം സംഭവിക്കുന്നിടത്ത് പാരമ്പര്യ രോഗങ്ങൾ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറും. ഇന്ന് രാത്രി ഞങ്ങളെ ദൂരവേ ഇരുന്ന് ശ്രവിക്കുന്ന ഏതെങ്കിലും സ്നേഹിതർ, സഹോദരങ്ങൾ, തലമുറയായി വ്യാപരിക്കുന്ന പാരമ്പര്യ രോഗം നിന്നെ അലട്ടുകയാണോ? ഇന്ന് രാത്രി ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നിന്റെ പാപങ്ങളെ മോചിക്കുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടെ തീരുന്നില്ല വാക്യം, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ രാത്രി മാനവരാശിയുടെ രോഗത്തിന്റെ പിമ്പിൽ പാപമുണ്ട്, മാനവരാശിയുടെ കഷ്ടതയുടെ പിമ്പിൽ പാപമുണ്ട്, മാനവരാശിയുടെ ഞരക്കത്തിന്റെ പിമ്പിൽ പാപമുണ്ട്, മാനവരാശിയുടെ സങ്കടത്തിന്റെ പിമ്പിൽ പാപമുണ്ട്. ആ പാപം മനുഷ്യനിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് അവനെ ആരോഗ്യമുള്ളവനാക്കി തീർക്കുവാനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു, വരുവിൻ യേശുവിന്റെ അരികിൽ. അവൻ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കട്ടെ, അവൻ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കട്ടെ. വരുവിൻ യേശുവിന്റെ അരികിൽ. ഇതാ യേശു നിന്നെ വിളിക്കുന്നു. ആണിപ്പാടുള്ള കരങ്ങളെ ഉയർത്തി, പിളർന്ന ചങ്കുകളെ തുറന്നു കാണിച്ച്, വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, കരുണാസമ്പന്നനായി, കരുണാർത്ഥനായി അവൻ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമേ, ദാഹിക്കുന്ന ഏവനുമേ, പാപത്തിന്റെ ചുമട് ചുമക്കുന്നവനെ, നീ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നിന്റെ പാപത്തിന്റെ പരിഹാരം എന്റെ പക്കലുണ്ട്. നിന്റെ പാപങ്ങളെ ഞാൻ ചുമന്നൊഴിക്കാം. വരുവീൻ, എന്റെ അടുക്കൽ വരുവീൻ. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. ഈ രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. ദേശവാസിയെ, യേശു നിന്നെ വിളിക്കുകയാണ്. നീ ആ വിളി ഒന്ന് കേൾക്കുമെങ്കിൽ, നീ അവന്റെ ചാരത്തൊന്ന് വരുമെങ്കിൽ, ഇന്ന് രാത്രി യേശുവിനെ നീ ഒന്ന് വിശ്വസിക്കുമെങ്കിൽ, നിന്റെ രക്ഷിതാവായി നീ ഒന്ന് ഏറ്റുപറയുമെങ്കിൽ, യേശുവേ എന്നൊന്ന് ഉറക്ക വിളിക്കുമെങ്കിൽ, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ഞുവപ്പായിരുന്നാൽ ഈ രാത്രി അവൻ അതിനെ മാറ്റുവാൻ, ആ പാപത്തിന്റെ ശാപത്തെ മാറ്റുവാൻ, ആ പാപത്തിന്റെ അനന്തര ഫലങ്ങളെ മാറ്റുവാൻ യേശു ശക്തനാണ്. നീ യേശുവേ എന്നൊരു വാക്ക് വിളിച്ചാൽ മതി. കാരണം യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, യേശുവേ എന്ന് വിളിച്ചാൽ തന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന്, എൻ്റെ ശാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന ഇതുണ്ട്. ഇത്ര മഹത്വമുള്ള ഒരു പേർ വേറെ ഉലകത്തിലുണ്ടോ? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവന്റെ പേർ, സ്വർലോകരുടെയും ഭൂലോകരുടെയോ അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന പേർ, സർവനാമത്തിനും മേലായ നാമ, അധികാരമുള്ള നാമം, ശ്രേഷ്ഠ നാമ, ശ്രീ യേശു എന്ന അതിശയകരമായ നാമ. ഇന്ന് രാത്രി കണ്ടനാളം ഉയർത്തി, ശബ്ദമുയർത്തി ഉറക്കെ വിളിച്ച് യേശുവേ. ഈ രാത്രി ദേശത്തിൽ നിന്ന് യേശുവേ എന്നൊരു ശബ്ദം ഉയരട്ടെ. സ്വർഗത്തിന്റെ അനന്തതകളിലേക്ക് ആ ശബ്ദം ഉയർന്നു ചെല്ലോ. ഇന്ന് രാത്രി നിന്റെ കരച്ചിലിന്റെ ശബ്ദം പലർക്കും അടച്ചു നിർത്താൻ കഴിയുക. നീ അമ്മയെന്ന് വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ലായിരിക്കുക, നീ അപ്പ എന്ന് വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ലായിരിക്കുക, എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ലായിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി നീ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ആ വിളിക്ക് മറുപടി കിട്ടാതിരിക്കത്തില്ല. ആ വിളിയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല.
നിന്റെ വായ പൊത്തിയാൽ നിന്റെ സഹോദരങ്ങൾ കേൾക്കാതെ ആമേൻ ചിലർക്കത് അടക്കി പിടിക്കുവാൻ കഴിയാ. പക്ഷെ നെഞ്ചു തുറന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളുലഞ്ഞ് യേശുവേ എന്ന് ഹൃദയം തുറന്ന് നീ ഒന്ന് വിളിച്ചാൽ ആ ശബ്ദത്തെ അടക്കുവാൻ ഉലകത്തിൽ ഒരു മനുഷ്യന്, ഭൂതലത്തിൽ ഒരു ഭൂതങ്ങൾക്ക് സാധ്യമല്ല. യേശു ക്രിസ്തുവിന്റെ നാമം. സ്തോത്രം, സ്തോത്രം. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. പാപം നമ്മളെ കഷ്ടതയിലേക്ക് കൊണ്ടുവരാം. എന്നാൽ ആ പാപങ്ങളിൽ നിന്ന് യേശുവിനെ നാം വിളിക്കുമ്പോൾ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയാണ്. അടുത്തതായി പാപം നമ്മളിൽ വരുത്തുന്ന മറ്റൊരു ഭാഗ. സ്തോത്ര. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? അത് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? സ്തോത്ര. അപ്പൊ പാപം ഒരു മനുഷ്യന്റെ അവയവങ്ങളിൽ കയറിയാൽ ആ കുടുംബത്തിൽ എന്തുണ്ടാകും? സമാധാനമില്ലാതെ പോകുക, അവൻ്റെ ഐക്യത നഷ്ടപ്പെടുക. എൻ്റെ സഹോദരങ്ങളെ, ആദിമ മനുഷ്യനായ ആദത്തിലും ഹൗവയിലും പാപം പ്രവേശിച്ചോ? അവരുടെ കുടുംബത്തിൽ എന്തില്ലായിരുന്നോ? അവരുടെ കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നോ? കയീൻ ഹാബേലിനെ കൊന്നു. കയീൻ ഹാബേലിനോട് അസൂയയുണ്ടായി. കയീൻ ഹാബേലിനെ വെറുത്തോ? കയീൻ ഹാബേലിനെ ആമേൻ വയലിൽ കൊണ്ടുപോയി ചതിച്ചു, വഞ്ചിച്ചു, കൊന്നു. എവിടെയാണ് ചതി ഉണ്ടായത്? എവിടെയാണ് കലഹമുണ്ടായത്? എവിടെയാണ് ശണ്ഠയുണ്ടായത്? സ്തോത്ര. പാപമുള്ള ഇടത്താണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിന്റെ കുടുംബത്തിൽ സമാധാനം വേണോ? ഈ രാത്രി നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടേ മതിയാകോ? ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഈ രാത്രി നിന്റെ ഭവനത്തിന്റെ സമാധാനത്തെ നീ സ്നേഹിക്കുന്നുവോ? ഇന്ന് രാത്രി യേശുവിന്റെ അരികിലേക്ക് വരൂ. അവൻ നിന്റെ പാപങ്ങളെ മോചിക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തെ നൽകുവാൻ യേശുവിന് കഴിയുക. യേശുവിന്റെ അടുക്കൽ വരുന്ന മനുഷ്യൻ ഏറ്റവും പരമപ്രധാനമായി ലഭിക്കുന്ന സംഗതി സമാധാനമാണ്. യേശു സമാധാനമാണ്. ഇന്ന് രാത്രി സമാധാനം നഷ്ടപ്പെട്ട ജീവിതമാണോ? എവിടെയോ പാപം അധിനിവേശം നടത്തുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, പാപത്തിൻ്റെ അടുത്തതായിട്ടുള്ള അനന്തരഫല വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. 15-ാം വാക്യം അതിൻ്റെ അവസാന വാക്ക്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയോ തീപ്പൊയ്കയിൽ തള്ളിയിടുക. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നരകത്തിലേക്കുള്ള ടിക്കറ്റാണ്. പാപം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നരകത്തിലേക്കുള്ള ടിക്കറ്റാണ്. തീപ്പൊയ്കയിലേക്കുള്ള എൻട്രി ടിക്കറ്റാണ് അവന്. സ്തോത്ര. ആമേൻ. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനിയായ ശലോമോൻ സന്ധ്യമയങ്ങുന്ന നേരത്തെ ഒരു പാപത്തിന്റെ വഴിയെ കാണിക്കുന്നുണ്ട്. എന്നാൽ ആ വീട്ടിനകത്തു നിന്ന് പാതാളത്തിലേക്കൊരു വഴിയുണ്ടെന്നാണ് രാജാവ് വിളിച്ചു പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നീ പാപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നുവെന്ന് പറഞ്ഞാൽ നീ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് രാത്രി പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെങ്കിൽ നീ നരകത്തിൽ നിന്നുള്ള നിന്റെ എൻട്രി ടിക്കറ്റിനെ കർത്താവ് മേടിച്ച് വലിച്ചു കീറിക്കളഞ്ഞിട്ട് നിനക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു പാസ് നൽകുകയാണ്. അതാണ് പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ. അതിന് പ്രാഥമികമായി ഞാൻ ഇങ്ങനെ പറയാം, നിന്റെ നരകത്തിലേക്കുള്ള പാസിനെ മേടിച്ച് വലിച്ചു കീറിക്കളഞ്ഞിട്ട് നരകത്തിലേക്ക് പോകാനുള്ള ബസ്സിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കി സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനത്തിൽ നിന്നെ കയറ്റുന്നതാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതി. ഇന്ന് രാത്രി മനസ്സുണ്ടോ ആ നരകത്തിലേക്കുള്ള വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാൻ? ആമേൻ. ദൈവത്തിന്റെ ശിക്ഷാവിധിക്കകത്ത് പഴയ പാമ്പിനെ, സർപ്പത്തിനെ, പിശാചിനെ തള്ളിയിടുന്ന കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ നരകത്തിൽ നിന്നുള്ള രക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ മനോഹരമായ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആ ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി ഈ എൻ്റെ ചുണ്ടൊന്ന് നനയ്ക്കണമേ എന്ന് പറയുന്ന ഈ യാതനാ സ്ഥലത്തേക്ക് ഇറങ്ങാതെ ദൈവത്തിന്റെ മനോഹര സൗധത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കയറുവാൻ, അതാണ് പാപങ്ങളുടെ മോചനം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഈ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ യേശു ഭൂമിയിലേക്ക് വന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും
പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറയുകയാണ്. യേശു കർത്താവിന്റെ കാൽവറി മരണത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് പൗലോസ് വിളിച്ചു പറയുകയാണ്, പാപത്തിന്റെ ശിക്ഷയായി ഇതാ യേശു കർത്താവ് കാൽവറിയിൽ തൂങ്ങിക്കിടക്കുന്നു. ആമേൻ. ഇരു കള്ളന്മാരുടെ നടുവിൽ ചാട്ടവാറിനാൽ അറയപ്പെട്ടവനായി, കാരിരുമ്പാണികളാൽ തുളയ്ക്കപ്പെട്ടവനായി, തലചായിച്ച് കിടക്കുന്ന ആ മനുഷ്യരൂപത്തെ കണ്ടോ? കണ്ടാൽ ആളറിയാതെ വണ്ണം ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന റോമ ഗവർണർ പീലാത്തോസിന്റെ ഉത്തരവിൻ പ്രകാരം കാൽവറിയുടെ ഗിരിമുകളിൽ ഗൊൽഗോത്തയുടെ നടുത്തളത്തിൽ രൂപഗുണമില്ലാതെ രൂപഗുണം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആ വികൃതമായിരിക്കുന്ന ആ മനുഷ്യ ശരീരത്തെ കണ്ടോ? അതാണ് നിന്റെ പാപങ്ങളുടെ പരിഹാരം, പാപങ്ങളുടെ മോചനം. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ ഇന്ന് രാത്രികാല ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി എനിക്കങ്ങനെ പാപമില്ല എന്ന്. ഇല്ല സഹോദരങ്ങളെ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 1 യോഹന്നാൻ 1:8 അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ, നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ പാപമെന്നൊക്കെ പറയുന്നത് പെന്തക്കോസുകാരുടെ പഠിപ്പീരാണ്, ഞങ്ങൾക്ക് അങ്ങനെ പാപമെന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് ഇന്ന് രാത്രി നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, മുമ്പേ അബ്രഹാമിന്റെ സന്തതികളാണ് ഞങ്ങളെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പഴയ പള്ളിക്കാരാണ്, ഞങ്ങൾ പഴയ പട്ടത്തമുള്ളവരാണ്, ഞങ്ങൾ മാമോദിസ മുങ്ങിയവരാണ്, ഞങ്ങൾ എല്ലാ വർഷവും പിരിവ് കൊടുക്കുന്നവരാണ്, ഞങ്ങൾ നൊയമ്പെടുക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പാപമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. എന്നാൽ പാപമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. പകരം അതിന് പറയുകയാണ്, സ്തോത്ര, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, ഇന്ന് രാത്രി പാപങ്ങളെ ഏറ്റുപറയണം. അവിടെയാണ് ഒരു മനുഷ്യന്റെ മേൽ പാപമോചനം സംഭവിക്കുന്നത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. ഈ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യോ? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യോ? അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. നാം നമ്മുടെ പാപങ്ങളെ പറയുമെങ്കിൽ, സ്തോത്ര, നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. അതെങ്ങനെയാണ് ദൈവം ശുദ്ധീകരിക്കുന്നത്? അതിന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രാത്രി നീ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഞാനൊരു പാപിയാണ്, അത് ഏറ്റുപറയുമ്പോൾ യേശുവിന്റെ ചങ്കിലെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴിക്കപ്പെടാം. സ്തോത്ര, അവിടെയാണ് പാപങ്ങൾ മോചിക്കപ്പെടുന്നത്. എന്നാൽ ഈ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം അവൻ പാപങ്ങളെ ഏറ്റുപറയുന്നത്? സ്തോത്ര, പാപങ്ങളെ ആരോടെങ്കിലും എങ്ങനെയെങ്കിലും പോയി ഏറ്റുപറഞ്ഞാൽ പോരാ. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിനത്തിൽ തങ്ങളുടെ നടുവിലുണ്ടായ പരിശുദ്ധാത്മ പകർച്ചയിൽ ആകൃഷ്ടരായി കടന്നുകൂടി ആശ്ചര്യഭരിതരായി നിൽക്കുന്ന സമൂഹത്തെ നോക്കി വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യം, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. അപ്പൊ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ പാപം ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, അവന്റെ അകത്ത് എന്തുണ്ടാകണം? പാപബോധമുള്ളവൻ പാപം ഏറ്റുപറയണം. പാപം ഏറ്റുപറയുന്നവൻ മാനസാന്തരപ്പെടണം. എന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് അവൻ തീരുമാനമെടുക്കണം. പാപത്തിന്റെ വഴിയിൽ നരകത്തിലേക്ക് സഞ്ചരിച്ചവൻ യേശുക്രിസ്തു എന്ന വഴിയിൽ കൂടെ അവൻ പിതാവിന്റെ അടുക്കലേക്ക് വഴിതിരിയണം. ആ വഴിത്തിരിവിന്റെ പേരാണ് മാനസാന്തരം. ഈ മാനസാന്തരപ്പെട്ടെങ്കിൽ ആ മാനസാന്തരത്തിന്റെ കൺഫർമേഷൻ എവിടെയാണെന്നറിയാമോ? മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുകയോ സ്നാനമേൽക്കുകയോ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആമേൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ, കണ്ടോ, വിശ്വസിക്കണം, ഏറ്റുപറയണം, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇതൊക്കെ സ്വന്തം വായി കൊണ്ട് സ്വീകരിച്ചിട്ട് അഭിഷക്തന്റെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ അവൻ വെള്ളത്തിൽ നിമജ്ഞനം ചെയ്യപ്പെടണം. ആമേൻ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, അവന്റെ സ്നാനത്താൽ
സ്നാനപ്പെട്ടാൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടുമെന്നാണ്. സ്നാനം മണ്ണുവാരി ദേഹത്തെറിയുന്നതല്ല, മണ്ണിൽ കുഴിച്ചിടപ്പെടുന്ന ഒരു മൃതശരീരത്തോട് തുല്യമാണ്. രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ ആരെങ്കിലും മരിച്ചവരെ നടുക്ക് കടത്തി മണ്ണ് വാരി തളിച്ചിട്ട് നമ്മളാരേലും ഒരു പൊടിമണ്ണ് മാറി വെതറിയിട്ട് നമ്മളാരേലും ശവോടെ വെച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ശവത്തെ എന്തു ചെയ്യോ? അത് മണ്ണിനകത്ത് പുതപ്പിക്കോ, മണ്ണിനകത്ത് താഴ്ത്തിക്കളയോ. ഇതുപോലെ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ അവന്റെ മേൽ വെള്ളം തളിച്ചാൽ പോരാ, പകരം എന്തു ചെയ്യണോ? അവൻ വെള്ളത്തിൽ നിമജ്ഞന സ്നാനം ചെയ്യണോ. അങ്ങനെ അവൻ സ്നാനമേറ്റാൽ എന്തില്ല സംഭവിക്കോ? അങ്ങനെ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിമജ്ഞന സ്നാനമേൽക്കുന്നവന് പരിശുദ്ധാത്മാവെന്ന ദാനം ഒരു പുരോഹിതൻ എണ്ണയായിട്ട് പിന്നെ അവന്റെ നെറുകയിൽ തൂത്തുകൊടുക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവെന്ന ദാനം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുക. യേശു സ്നാനമേറ്റ് കയറി, ആരും യേശുവിന്റെ നെറ്റിയിൽ തൈലം തളിച്ചു കൊടുത്തില്ലെന്നേ. യേശു മഹാപുരോഹിതനായിരുന്നു, യേശു രാജാവായിരുന്നു. പക്ഷെ എവിടെയെങ്കിലും യേശുവിനെ തൈലാഭിഷേകം ചെയ്തോ, അപ്പോസ്തലന്മാരെ തൈലാഭിഷേകം ചെയ്തോ? പുതിയ നിയമത്തിൽ ആകെ പറയുന്നത് നിങ്ങളിൽ ഒരുവൻ ദീനമായി കിടന്നാൽ അവന്റെ മേൽ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന. എന്നാൽ ഇന്നത്തെ പൗരസ്ത്യ പാരമ്പര്യ ക്രൈസ്തവർ രോഗമില്ലാത്തവർക്ക്, രോഗമുള്ളവർക്ക്, സകലർക്ക് നെറുകയിൽ എണ്ണ പൂശിയിട്ട് പറയുകയാണ് ഇതാണ് പരിശുദ്ധാത്മാഭിഷേകമെന്ന്. ആരാ സാറേ ഇങ്ങനെ പഠിപ്പിച്ചത്? യേശു പഠിപ്പിച്ചോ? അപ്പോസ്തലന്മാര് പഠിപ്പിച്ചോ? ദൈവവചനം പഠിപ്പിച്ചോ? അപ്പോസ്തലിക സഭ പഠിപ്പിച്ചോ? ഇല്ല. എവിടെയോ ഇല്ലാത്ത ജാതീയ അനാചാരങ്ങളെ ക്രൈസ്തവതയ്ക്കകത്ത് വലിച്ചു കയറ്റി അതാണ് ഓർത്തഡോക്സ്, അതാണ് പാരമ്പര്യമെന്ന് പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കരുത്. സ്നാനപ്പെടുന്നവന് പരിശുദ്ധാത്മാവ് പുരോഹിതന്റെ ലോഹയ്ക്കകത്ത് മറച്ചു വെച്ചിരിക്കുന്ന ചെറിയ അത്തറുകുപ്പിക്കകത്തിരിക്കുന്ന തൈലത്തിനകത്തല്ല, അത് സ്വർഗത്തിൽ നിന്ന്, അത് സ്വർഗത്തിൽ നിന്ന്. അതുകൊണ്ടാണ് യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്ക പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ ഓരോ കുപ്പി എണ്ണയും എടുത്തു പോകാനല്ല പറഞ്ഞത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കേണം എന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്തുണ്ടാകണം? അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടോ അടുത്തത് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മുഖാന്തിര നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ. ആകയാൽ അടുത്ത ഗുളിക്ക് ഒഴുകിപ്പോകുന്ന ഒരു തൈലത്തിലല്ല പുതിയ നിയമ ദൈവസഭയുടെ അഭിഷേക പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തര, സ്തോത്ര, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മുഖാന്തര നമ്മുടെ മേൽ ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം. ഇന്ന് രാത്രി ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ജയം സംഭവിക്കുന്നത്, വിടുതൽ സംഭവിക്കുന്നത്, സ്തോത്ര, അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുമ്പോഴാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, ദേശനിവാസികളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? രക്ഷാനിർണയം പ്രാപിച്ചിട്ടുണ്ടോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? പുനർജനന സ്നാനത്തിന് ശേഷം പിതാവ് ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം പ്രാപിച്ചിട്ടുണ്ടോ? അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ, ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ഞങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു എക്സ്റ്റേണൽ പവർ നിന്റെ ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? നിന്റേതല്ലാത്ത ഒരു ശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നത്, നിന്റെ ബുദ്ധിക്കറിയാത്ത ഒരു ഭാഷ നിന്റെ നാവുകളിൽ ചലിക്കുന്നത്, നിന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു ദർശന മണ്ഡലം നിനക്ക് തുറന്നു വരുന്നത്, നിന്റെ അറിവിനപ്പുറമായ ഒരു വെളിപ്പാട് നീ പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ നിന്നെ പ്രൊവോക്ക് ചെയ്ത് ചോദിക്കുന്നു, ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ്? ഇല്ല എങ്കിൽ നീ ഒരു ക്രിസ്ത്യാനി അല്ല. ഇല്ല എങ്കിൽ നീ ഒരു ക്രിസ്ത്യാനി അല്ല. ഇത് പെന്തക്കോസുകാരന്റെ അനുഭവമല്ല, ഇതൊരു ക്രിസ്ത്യാനിയുടെ അനുഭവമാണ്. എൻ്റെ സമയം അവസാനിക്കുമ്പോൾ
ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. സ്തോത്ര. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. എന്നാൽ രണ്ടാമത്തെ ഭാഗം, 2-3 ഭാഗങ്ങളെ ഞാനൊന്ന് തൊട്ടു പറയാം. സ്തോത്ര. അടുത്തത് യോഹന്നാന്റെ 1 ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്ര. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ യേശു ലോകത്തിൽ വന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? പിശാച് നിനക്കെതിരെ എന്തൊക്കെ പണിത് വെച്ചോ അതിനെ തകർക്കുവാനാണ് യേശു പ്രത്യക്ഷനായത്. എന്താണ് പിശാചിന്റെ പ്രവർത്തികൾ? എൻ്റെ സഹോദരങ്ങളെ, വെളിപ്പാട് 12:9 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന, അല്ലെങ്കിൽ സ്തോത്രം കുറച്ചുകൂടെ വ്യക്തമായി വെളിപ്പാട് 20:3 1000 ആണ്ട് കഴിയുമ്പോൾ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. അപ്പൊ പിശാചിന്റെ ഒന്നാമത്തെ പണി എന്താണെന്നറിയാമോ? ജാതികളെ വഞ്ചിക്കുക. ഹവ്വയെ പിശാച് വഞ്ചിച്ചോ, ആദത്തെ പിശാച് വഞ്ചിച്ചോ, മാനവകുലത്തെ മുഴുവൻ പിശാച് ഇന്നും എന്ത് ചെയ്യുകയാണ്? വഞ്ചിക്കുകയാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയും അത് എങ്ങനെയായിരിക്കുക? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത വ്യാജത്തിന്റെ അടയാളങ്ങളോടുകൂടെ, വ്യാജത്തിന്റെ ശക്തിയോടുകൂടെ ആയിരിക്കുക എന്നാണ് പറയുന്നത്. അവൻ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കുക. അപ്പൊ പിശാച് ഒന്ന് മനുഷ്യനെ വഞ്ചിക്കുന്നതാണ്. 2 പിശാച് ഒരു മനുഷ്യനെ നശിപ്പിക്കുക. ദൈവത്തിന്റെ അടുക്കൽ ഇയ്യോബിനെതിരായി പിശാച് കയറി ചെന്നപ്പോൾ ദൈവം പിശാചിന്റെ അടുക്കൽ പറയാ, നീ അവനെ കയ്യേറ്റം ചെയ്യരുത്. അപ്പൊ പിശാചിന്റെ പണി എന്താണെന്നറിയാമോ? കയ്യേറ്റം ചെയ്യുക. യേശു കർത്താവ് ഒരിക്കൽ ഉപമ പറഞ്ഞു. അപ്പോൾ ഉപമയ്ക്കകത്ത് ചോദിക്കുകയാണ്, യജമാനനെ, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്? കളകൾ എവിടെ നിന്ന് വന്നോ? ശത്രു ചെയ്തതാണ്. നന്മകളിലെല്ലാം കൊണ്ട് തിന്മ വിതയ്ക്കുക. ആമേൻ. ജീവിതത്തിൽ സ്തോത്രം ദോഷം ചെയ്യുക, നശിപ്പിക്കുക, കയ്യേറ്റം ചെയ്യുക. ഇതാണ് പിശാചിന്റെ അടുത്ത പണി. 3 ദൈവത്തിന് ശത്രുക്കളാക്കി തീർക്കുക. എങ്ങനെയാണ് ദൈവത്തിന് ശത്രുക്കളാക്കി തീർക്കുന്നത്? 3 വിധത്തിലാണ് ദൈവത്തിന് ശത്രുക്കളാക്കി തീർക്കുന്നത്. 1, ഇന്റലക്ച്വലി, ഭൗതികമായി ദൈവത്തിനെതിരാക്കി തീർക്കുക. ഇതാണ് ഏദനിൽ പരിശ്രമിച്ചത്. അതാണ്, നിങ്ങൾ ഇത് തിന്നാൽ നിങ്ങൾ കണ്ണുകൾ തുറക്കുക, നിങ്ങൾക്ക് ജ്ഞാനമണ്ഡലം വെളിപ്പെട്ട് വരും, നിങ്ങൾ ബുദ്ധിമാന്മാരായി തീരും, നിങ്ങൾ അറിവുള്ളവരായി തീരും. ഇങ്ങനെ അറിവിൽ കൂടെ ദൈവത്തിന് എതിരാക്കി തീർക്കുക. സ്തോത്ര. 2ാമത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, ലോക സ്നേഹത്തിൽ കൂടെ ദൈവത്തോട് ശത്രുക്കളാക്കി തീർക്കുക. എന്നാൽ അന്ത്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന അസംഖ്യം ജനതകളെ, സ്തോത്രം, ജാതികളുടെ വലിയ കൂട്ടത്തെ ഫിസിക്കൽ വാറിനായിട്ട് ദൈവത്തിനെതിരെ കൂട്ടിത്തീർക്കുക. അപ്പോൾ ഇന്റലക്ച്വലി, മെന്റലി, സ്തോത്ര, 3 ഫിസിക്കലി, ഈ 3 തലത്തിലാണ്, ബുദ്ധിപരമായി, വൈകാരികമായി, ശാരീരികമായി, ഈ 3 വിധത്തിലും ദൈവത്തിന് ശത്രുക്കളാക്കി തീർക്കുക. ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. 4 പിശാചിന്റെ പ്രവൃത്തി. സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയാം. ഇതാ യോശുവ എന്ന മഹാപുരോഹിതൻ കർത്താവിന്റെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ അവന്റെ അടുക്കൽ ഒരു പിശാച് നിൽക്കുന്നു, കുറ്റം ചുമത്താൻ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 10-ാം വാക്യം, സഹോദരന്മാരെ അപവാദം പറയുന്നു. ഇതാണ് പിശാചിന്റെ അടുത്ത പണി. വീണ്ടും 5-ാമത്തെ ഭാഗം, സ്തോത്ര, 1 തെസ്സലോനിക്കർ 3:5 കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, സ്തോത്ര, 1 തെസ്സലോനിക്കർ 3:5 പറയുന്നത്, അവൻ ജനത്തെ പരീക്ഷയിലേക്ക് കടത്തുന്നു, അവൻ ജനത്തെ പരീക്ഷിക്കുന്നുവെന്നാണ് പറയുന്നത്. വീണ്ടും 6-ാമത്തെ ഭാഗം 1 പത്രോസ് 5:8-9, പിശാച് ജനത്തെ വിഴുങ്ങുവാൻ, അവൻ അറ്റാക്ക് ചെയ്യാൻ തക്കവണ്ണം, അവൻ ഉപദ്രവിക്കാൻ തക്കവണ്ണം കടന്നു വരുമെന്നാണ് പറയുന്നത്. സ്തോത്ര. വീണ്ടും ഒരു ഭാഗം കൂടെ പറയാം, മർക്കോസിന്റെ സുവിശേഷം 4:15, ജനത്തിന്റെ ഹൃദയത്തിൽ വീഴുന്ന, ജനത്തിന്റെ കുടുംബത്തിലെ നന്മകളെയെല്ലാം അവൻ എന്ത് ചെയ്തു കൊണ്ടുപോകുക? അവൻ എടുത്തു കളയുമെന്നാണ് പറയുന്നത്. അവൻ കള്ളനാണ്, പിശാച് കള്ളനാണ്, അവൻ മോഷ്ടിക്കുന്നവനാണ്. എന്നാൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ, അവന്റെ ദോഷങ്ങളെ തടസ്സം ചെയ്യുവാൻ തക്കവണ്ണം യേശു ലോകത്തിൽ പ്രത്യക്ഷനായി. യേശു ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചിട്ട് പറഞ്ഞു, യേശുവേ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. യേശുവും ശിഷ്യന്മാരും പടക് കയറി ഗദര എന്ന ദേശത്തിലേക്ക് പോയി. അവിടെ ഒരു ലീജിയൻ പിശാചുക്കൾ ഉണ്ടായിരുന്നു. അവർ യേശുവിനെ വിളിച്ചു ചോദിച്ചോ, ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ദണ്ഡിപ്പിക്കരുതേ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യേശു
ഭൂമിയിലേക്ക് വന്നത് പിശാചുക്കളെ കീഴടക്കുവാനാണ്. ഇന്ന് രാത്രി നിങ്ങൾക്കെതിരായ പൈശാചിക മണ്ഡലം തുറന്നു വിട്ടിരിക്കുന്ന പോർമണ്ഡലങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, നിങ്ങളെ ജയാളികളാക്കുവാനാണ് യേശു ഭൂമിയിൽ അവതരിച്ചത്. നീ പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുവാനല്ല, നീ ജയമെടുക്കുവാനാണ്. അവസാന ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനോ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനോ ഞാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനോ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനോ. സമൃദ്ധിയായ ജീവൻ എന്ന ഈ വേർഡിന് ഗ്രീക്കിൽ പറയുന്നത് പെരിസൺ എന്ന് പറയുന്ന വേർഡാണ്. അവിടെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ മെഷർ, അളക്കാൻ കഴിയത്തില്ല. എന്നാൽ പഴയ നിയമത്തിൽ മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളമെന്നാണ് പറയുന്നത്. 7-10 ഏറിയാൽ 80 എന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനോ, 4 വിരൽ നീളത്തിലിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ അളക്കുവാൻ കഴിയാത്ത, നിത്യമായിരിക്കുന്ന, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന, ഇറ്റേണൽ ആയിരിക്കുന്ന അനന്തമായ ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനാണ്. ഇന്ന് രാത്രി യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? ആമേൻ. നിത്യനായിരിക്കുന്ന ക്രിസ്തു ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാ കർത്താവേ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്? ഞാൻ ഒത്തിരി ഭാഗങ്ങളെ പറഞ്ഞു, എന്നാൽ അവസാന ഭാഗം മാത്രം പറയുകയാണ്. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കോ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനോ, അനന്തമായ ജീവൻ ഉണ്ടാകുവാനോ. സമൃദ്ധി എന്ന വാക്ക് abundance, അതിന് ഗ്രീക്കിൽ പെറിസൺ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ മെഷർ, എത്ര വർഷവും അളക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ നിത്യജീവൻ പ്രാപിച്ച ഒരാളുടെ അടുക്കൽ അപ്പച്ച എത്ര വയസ്സായെന്ന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിത്യജീവന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പിന്നെ എന്തുണ്ടാകത്തില്ല, പ്രായമുണ്ടാകത്തില്ല. ഇന്ന് അമേ, അതാണ് സ്വർഗരാജ്യത്തിന്റെ പ്രത്യേകത. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ നിത്യമായ ഒരു ജീവനിലേക്ക്, അളക്കാൻ കഴിയാത്ത, വാർദ്ധക്യമില്ലാത്ത, മധ്യവയസ്സില്ലാത്ത, ജരാനരകൾ ബാധിക്കാത്ത, നിത്യമായിരിക്കുന്ന, ആമേൻ, വയസ്സളക്കാത്ത ഒരു ഇറ്റേണൽ, ബിയോണ്ട് ദ മെഷർ ലൈഫിലേക്ക്, ഒരു ഇറ്റേണൽ ലൈഫിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. യേശു ഇറങ്ങി വന്നത് മരണത്തെ കീഴ്പ്പെടുത്തി, മരണപാശങ്ങളാൽ അടിമയായിരുന്നവരെ നിത്യജീവന്റെ അവകാശികളാക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവൻ കൊല്ലുന്ന മരണത്തിന്റെ ഘോരതരമായ വിഷപ്പല്ല് തകർത്ത് മരണത്തിന്റെ ഭീതിയാൽ അടിമകളായിരുന്നവരെ, മരണഭീതിയാൽ മരണപര്യന്തം അടിമകളായിരുന്നവരെ വിടുവിച്ച് നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കുവാനാണ് യേശു ഭൂമിയിൽ വന്നത്. ഇന്ന് രാത്രി കാല ആ മരണത്തെ ജയിച്ച യേശുവിനെ നോക്കി ഇന്ന് രാത്രി എത്ര പേർ വിളിച്ചു പറയാ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പക്ഷേ എനിക്കൊരു രക്ഷകനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷ മഹായോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ അതരം തുറന്ന് പൈശാചിക മണ്ഡലങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സ്വർഗമഹിമകളെ വിട്ട് ഇറങ്ങി വന്ന ദൈവപുത്രനിൽ വിശ്വസിച്ച് എത്ര പേർ ആരാധിച്ചു തുടങ്ങും. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ല് തകർന്നതാകയാൽ ഇനി തെല്ലും ഭയമന്യേ ഞങ്ങൾ മൃത്യുവിനെ വെല്ലുവിളിക്കുക. ഒന്നാം പുനരുത്ഥാനത്തിൽ ഞങ്ങൾ പങ്കു പ്രാപിക്കുക. അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. അവൻ അനന്തമായ ആയുസിന്റെ, അനന്തമായ ജീവന്റെ, നിത്യ യൗവനത്തിന്റെ പങ്കാളിയായി തീരോ. ഇന്ന് രാത്രി ഉറപ്പുള്ള അഭിഷക്തന്മാർ എന്നോട് ചേർന്ന് ഹൃദയം തുറന്ന് ദൈവമക്കൾ ഒരുമിച്ച് കരം തട്ടി എഴുന്നേറ്റ് നിന്ന്, ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അഭിഷേകത്തോടെ, ശക്തിയോടെ, ഇന്ന് രാത്രി അധികാരത്തോടെ ഏറ്റുപാടി പറഞ്ഞാട്ടെ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ ഇനി തെല്ലും ഭയമന്യേ ഞാൻ മൃത്യുവിനെ വെല്ലുവിളിക്കോ. ഹല്ലേലൂയ, ജയം, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
വിശപ്പല്ലു തകർന്നതാകയാ ദൈവത്തിന്റെ വിശപ്പല്ലു തകർന്നതാകയാ ഇനിതെല്ലും പായാവിന്റെ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു എന്റെ യേശു ജീവിക്കുന്നതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ എന്റെ യേശു ജീവിക്കുന്നതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ ഇനി തന്നെ പിരിഞ്ഞോ ജീവിതവിൽ എനിക്കെല്ലാം യേശുവത്രേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു